എന്നാൽ മനസ്സിലാവേണ്ട പ്രവേശനം തടയുക എന്നത് എന്റെ കർത്തവ്യം. അത്ര ധിക്കാരമാണ്. എന്നാൽ കണ്ടുകൊള്ളുക. ശാപം കിട്ടിയ സുരസ ഹനുമാൻ എഴുതുവാൻ മാമല പോലെ വളർന്ന് രാക്ഷസാകാരം കൊണ്ട് നിലകൊണ്ടു. ആഞ്ജനേയൻ യാത്രയുടെ ഉദ്ദേശം അനനയത്തിൽ വെളിപ്പെടുത്തിയെങ്കിലും സുരസയത് ചെവിക്കൊണ്ടില്ല. സുരസ വായ പിളർന്ന് ഹനുമാന് വിഴുങ്ങുവാനൊരുങ്ങി. അഷ്ടൈശ്വര്യസിദ്ധിയാൽ ഹനുമാൻ 10 യോജന വളർന്നു വലുതായി. ഇത് കണ്ട സുരസയോ 20 യോജന വളർന്നു. വളർന്നൊടുവിൽ സുരസ 100 യോജനയോളമെത്തി. ബുദ്ധിശാലിയായ രാമോഭാസകൻ ഹനുമാൻ സുരസയ്ക്ക് മുന്നിൽ പെരുവിരലോളം ചെറുതായി. സുരസയുടെ പിളർന്ന വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വന്നു ഹനുമാൻ. ഇത് കണ്ട് സംപ്രീതിയായ സുരസ ഹനുമാനെ അനുഗ്രഹിച്ചയച്ചു. അതിനെ ഞാൻ ആത്മാവെന്ന് പറയപ്പെടുന്നു. പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ്, അഥവാ പരമാത്മാവിന്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത്. ആത്മാവെന്നാൽ എന്താണ് മാധവ? അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ്? മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കും. ആത്മാവെന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല. ശരീരത്തെ നശിപ്പിക്കുവാൻ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആത്മാവ് സർവവ്യാപിയ അചഞ്ചലമാണ്, സ്ഥിരമാണ്, പഴയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മനുഷ്യൻ ഇപ്രകാരം തന്നെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാലും മാധവ, നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത്. സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത്? സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല. പറഞ്ഞു അന്ധനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മൂകനും ഇവിടെ ജീവിക്കുന്നു, മറ്റംഗവൈകല്യങ്ങളുള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നു. വെറും ശരീരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ്. അതിലെ ചേതന അകന്നു പോകുന്നത് മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമാണ്. ഇതേ പ്രകാരം ഒരു വ്യക്തി തന്റെ അന്തരംഗത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം നാം ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, ഭാവനകളുമല്ല, വിചാരങ്ങളുമല്ല, ജ്ഞാനവും വിജ്ഞാനവും നാമല്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അവസാനം സ്വന്തം സത്ത എന്നാൽ ആത്മാവാണെന്ന സത്യം തിരിച്ചറിയുന്നതായിരുന്നു. ആത്മാവിന്റെ കർമ്മം എന്താണ് മാത്രം? പരബ്രഹ്മത്തിന്റെ വിഭജനം സംഭവിച്ചപ്പോൾ അത് പുരുഷനും പ്രകൃതിയുമായി വിഭജിക്കപ്പെട്ടു.
പരമാത്മാവിന്റെ അംശമായി പുരുഷൻ ആത്മാവിന്റെ രൂപമായി പരിണമിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഓരോ